ഒന്നും പറയാനില്ല. ചട്ടിച്ചോറെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അടിപൊളി. തീയല് അടിപൊളി, സൂപ്പർ. നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് DAP 1 ഐക്കോ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ, അതായത് ഫുഡ് കോർട്ടിലാണ്. കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുഡ് ബുക്ക് എന്ന് പറഞ്ഞ ആ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച്. അപ്പോൾ അവിടെ ഞങ്ങളുടെ കൂടെ 2 ഫാമിലി ഉണ്ട്, ഞങ്ങളുടെ കുടുംബ ഫാമിലി 2 പേരുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ചട്ടിച്ചോറാണ് വാങ്ങിച്ചിട്ടുള്ളത്. എല്ലാവരും ചട്ടിച്ചോറും പിന്നെ കുറേ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ നാടൻ കുത്തരിച്ചോറുണ്ട്, അതുപോലെ തന്നെ ബീഫ് കറി, നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട ബീഫ് കറി, അതുപോലെ തന്നെ ബീഫ് ഫ്രൈ. നമസ്കാരം. നമ്മുടെ ഒരു അസിസ്റ്റൻ്റ് മലയാളി എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്തുകൊണ്ട് രാവിലെ വിളിച്ചാൽ ഫോൺ എടുക്കണ്ടേ? ഓക്കെ. അപ്പോൾ നമുക്കൊരു ബീഫ് ഫ്രൈ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പാവയ്ക്ക നന്നായിട്ട് വറുത്ത് വെച്ചതുണ്ട്, അതുപോലെ തന്നെ പച്ചടിയുണ്ട്. സൂപ്പർ. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നാരങ്ങ അച്ചാറുണ്ട്, അതുപോലെ തന്നെ തേങ്ങ ചമ്മന്തിയുണ്ട്. ഇതെന്താണ് സംഭവം? മുരിങ്ങ തീയൽ, അതുപോലെ ഒരു ഓംലേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അല്പം സലാഡ്. ഇനിയിപ്പോൾ ഇത് ഇളക്കി മറിച്ചിട്ടതിന് ശേഷം അറിയാൻ പറ്റത്തുള്ളൂ ഇതിന് വേറെ സാധനങ്ങളെല്ലാം ഉണ്ടോ. കൊണ്ടാട്ടം, വെടിക്കെട്ടികളെ കൊണ്ടാട്ടം. ഇതാണ് കൊണ്ടാട്ടം. അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. പിന്നെ കുറേ സലാഡ് കാര്യങ്ങൾ മറ്റൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കബാബ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ചിക്കൻ ഷീ കബാബ്. നാട്ടിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് ചട്ടിച്ചോറൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ദുബായിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ചട്ടിച്ചോറ് കഴിക്കുന്നത്. കഴിച്ചിട്ടുണ്ടോ? ദുബായിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇതുവരെ ചട്ടിച്ചോറിനെ കുറിച്ചിട്ട് അങ്ങനെ തിരക്കിയിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷേ ഇവിടെ എന്തായാലും DAP 1 ചട്ടിച്ചോറ് കിട്ടും. നല്ല കുറേ ഐറ്റംസ് ചേർന്ന് നല്ല സൂപ്പർ സാധനമുണ്ട്. വരാൻ പറ്റുന്നവർക്കൊക്കെ വന്ന് കഴിക്കാം. എന്താണ് പച്ചമോര്? കുറേ ഐറ്റം ഉണ്ട് കേട്ടോ. താങ്ക് യു. കുറേ ഐറ്റംസ്. അതാ പച്ചമോര്, രസം. എല്ലാത്തിലും ഉപരിയെന്ന് വെച്ചാൽ ഒരു സെർവാണ് അടിപൊളി. പറഞ്ഞ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ മുതലാളിമാരോട് നോക്കിക്കോണം കേട്ടോ. നിങ്ങളുടെ സർവീസിങ് സൂപ്പർ. നിങ്ങളുടെ സ്റ്റാഫുകൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ സ്റ്റാഫുകളൊക്കെ ഒരാളും കൂടെ ഉണ്ട്, എല്ലാവരും ആൾക്കാരുണ്ട്. എല്ലാവരും നല്ല കിണ്ണം ആൾക്കാരാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇവർക്ക് കാരവാൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് അപ്പുറത്തുണ്ടായിരുന്നു. ആ റെസ്റ്റോറൻറ്റ് അവർ രണ്ടാമത് ഇവിടെ ആ നിലവിലുണ്ട്. അതിനുശേഷം ഇവിടെ തുടങ്ങിയതാണ്. അപ്പോൾ ഇവിടെയും സർവീസും കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിലാണ്. നമ്മൾ ഒരു കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞാലും അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ വന്നു കഴിഞ്ഞാലും സംഭവമൊക്കെ ഇവിടെ ഓക്കെയാണ്. എല്ലാ ആൾക്കാരും നമ്മളൊരു കുടുംബത്തെ പോലെ തന്നെ
എല്ലാവരും അവരുടെ പെരുമാറ്റമായാലും കാര്യങ്ങളായാലും എല്ലാം നിന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ വരാൻ പറ്റുമെങ്കിൽ വരിക, ഒന്ന് കഴിച്ചു നോക്കാം. ബീഫ് ഫ്രൈ, പപ്പടം, മുട്ട, നാരങ്ങ, ചമ്മന്തി, തീയൽ, പച്ചടി, പാവയ്ക്ക, സലാഡ്, മുളക്, അല്ല ഇത് ഇതിൻ്റെ കൂടെ ഉള്ളോ? ഇത് കബാബിൻ്റെ കൂടെ നമ്മുടെ ചട്ടിച്ചോറ് സൂപ്പർ, സലാഡ്, പപ്പടം, ഫ്രൈ, ചമ്മന്തി, അച്ചാറ്, തോരൻ, തീയൽ, അടിപൊളി സൂപ്പർ. ഒന്നും പറയാനില്ല. ചട്ടിച്ചോറെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അടിപൊളി. അതെ അതെ, എനിക്ക് പറഞ്ഞ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം എനിക്കൊന്ന് ഞാനും കൂടെ സൂപ്പർ. മിയ മിയ മൊത്തം നമ്മൾ കഴിക്കും, ഒന്നുകൂടെ അടിക്കും. ഒന്നുകൂടെ വായിക്കും. അടിപൊളി ചട്ടിക്കറി. ഇവിടെ ചട്ടിയെല്ലാം കാര്യമാക്കിയിട്ടുണ്ട്. സൂപ്പർ ചട്ടിയും ചട്ടിയും ഹോട്ടലെല്ലാം സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, എല്ലാം കാര്യമാക്കിയിട്ടുണ്ട്. സൂപ്പർ. ഗോതമ്പ് പായസം.